നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ മെഗാം റൂറൽ ഡിസ്ട്രിക്റ്റിൽപ്പെട്ട ബന്ദർ ഇ ഷിറു എന്ന ദ്വീപിലും ഇതിനടുത്തെ പ്രദേശങ്ങളിലുമായി 1000-ഓളം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിച്ചു പോകാനാകാതെ ബാക്കിയായ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണും. ബന്ദർ ഇ ഷിറുവിൽ മാത്രം 250-ലേറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. വാർത്തകളെ തുടർന്ന് കിഷിൽ കുടുങ്ങിയവർക്ക് ഇറാനിലെ ഇന്ത്യൻ എംബസികളുടെ സഹായം ലഭിച്ചുവെങ്കിലും ബന്ദർ ഇ ഷിറുവിൽ കുടുങ്ങിയവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ലോക മനസാക്ഷിയെ കരൾ അലിയിപ്പിക്കുന്നത് തന്നെയാണ്. ഇന്ന് വരും, മറ്റന്നാൾ വരും, നാളെ വരും എന്ന് പറയുന്നതല്ലാതെ ഇത്രയും നാളായിട്ട് ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അടുത്ത ഒരു ആശുപത്രി പോലുമില്ല. സുഖമില്ലാതെ ആയി അകലെയുള്ള ആശുപത്രികളിൽ ചെന്നപ്പോൾ വളരെ ദൂരത്ത് നിന്നാണ് ഞങ്ങളെ പരിശോധിച്ചത്. കടകളിൽ മാസ്ക് ലഭ്യമല്ല. കേരളത്തിലെ പ്രളയത്തിൽ സ്വരരക്ഷ മറന്ന് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ടും ഞങ്ങളെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഇറാനിൽ കുടുങ്ങി COVID-19 ഭീതിയിൽ കഴിയുന്ന 50 മലയാളികളടക്കം 250 മത്സ്യത്തൊഴിലാളികളുടെ ദയനീയമായ വാക്കുകളാണ് ഇത്. ഇവരുടെ കഥന നിരവധി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഫെബ്രുവരി 28-ാം തീയതി പുറം ലോകം ഇവരെ കുറിച്ച് അറിഞ്ഞുവെങ്കിലും ഇതുവരെ ഇന്ത്യൻ നയതന്ത്ര കാര്യത്തിന്റെ സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. മലയാളികളെ കൂടാതെ കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലകളിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉള്ളവരാണ് ഇവിടെ ഉള്ളത്. UAE വഴിയാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. ഏകദേശം 2 വർഷത്തോളമായി ഇവരിൽ പലരും നാട്ടിലേക്ക് പോയിട്ട് മത്സ്യബന്ധനം നടത്തി ലഭിക്കുന്ന തുച്ഛമായ ശമ്പളത്തിലാണ് ഇവരും നാട്ടിലെ കുടുംബവും ജീവിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു പലരും. എന്നാൽ അപ്പോഴേക്കും കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട വിമാന സർവീസുകൾ മുടങ്ങിയതോടുകൂടിയാണ് മടക്കയാത്ര അവതാളത്തിലായത്. കൊറോണ വൈറസ് ബാധ ഇറാനിൽ രൂക്ഷമായതോടുകൂടിയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇവരുടെ അടുത്തെങ്ങാനും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ആരും എത്തുന്നുമില്ല. ഭക്ഷണ സാധനങ്ങളെല്ലാം തീരാറായെന്നും ഈ നില തുടർന്നാൽ ഞങ്ങൾ പട്ടിണിയിലാകുമെന്നും ഇവർക്ക് ആശങ്കയുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കുവാൻ ഒരു മാസ്ക് പോലും കയ്യിലില്ല. എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമിഴ്നാട്, ഗുജറാത്ത് മുഖ്യമന്ത്രിമാരും ഇടപെട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇവർ അഭ്യർത്ഥിക്കുന്നത്. നാട്ടിൽ കുടുംബം വലിയ ആശങ്കയിലാണ് കഴിയുന്നത്. ഇന്ന് വരെ ഒരു ഫോൺ കോൾ പോലും അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ അവരെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നുമില്ല. കിഷ് ദ്വീപിൽ നിങ്ങൾ ഒന്ന് പോവുകയെങ്കിലും ചെയ്തു, എന്നാൽ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും നിങ്ങൾ കാണിക്കുന്നില്ല എന്നും ഒന്ന് വന്ന് കണ്ടിരുന്നുവെങ്കിൽ ഒരു ആശ്വാസമെങ്കിലും തോന്നുമായിരുന്നുവെന്നും ഇവിടെ കിടന്ന് മരിക്കാനാണോ നിങ്ങൾ പറയുന്നതെന്നും ഇവർ തന്നെ ചോദിക്കുന്നു. ഇതിനെങ്കിലും നിങ്ങൾ ഉത്തരം തരണമെന്നാണ് ഇവരിൽ ഒരാൾ പറയുന്നത്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് കൊറോണ ബാധ ഉണ്ടായതും മരണം സംഭവിച്ചതും ഇറാനിലാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന കാര്യം മറ്റൊന്നാണ്. കേന്ദ്രത്തിന്റെ ശക്തമായ വിലക്ക് പ്രവാസികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിലുണ്ടെന്നും അവർ ആ വിലക്ക് മാറ്റാതെ യാതൊരു വിധത്തിലുള്ള സഹായവും ഏർപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നുമാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ വിലക്കും കർശന നിയന്ത്രണങ്ങളും ഇനിയും തുറന്നാൽ ഒരുപക്ഷെ ഈ പ്രവാസികൾ പറയുന്നത് പോലെ അവരുടെ മരണം ഒരുപക്ഷെ കോവിഡ് ബാധിച്ച് ഈ ഒരു ദ്വീപിൽ കിടന്നു തന്നെയായിരിക്കും. അങ്ങനെ വരാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.